മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് തന്നെ ഏറ്റവും സുപ്രധാനമായ കുറച്ച് അധികം കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരും എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതിനെല്ലാം വിപരീതമായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരുമാണ്. മാത്രമല്ല ഇതിൽ തന്നെ പല ആളുകളുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തീർത്തും നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചോ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ ഉള്ളവയല്ല. എന്നാൽ ഇപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ച ഈ 8 നക്ഷത്രക്കാരിലും പല വിധത്തിലുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ ഈ ഒരു മാറ്റം വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 15-ാം തീയതി ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ദിവസം ഏറ്റവും പ്രധാനമായി 8 നക്ഷത്രക്കാരിലേക്കും പല വിധത്തിലുള്ള കാര്യങ്ങളും വന്നു ചേരുവാൻ ജ്യോതിഷപ്രകാരം കാരണമാകുന്നത് ബുധൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഭാഗ്യയോഗത്താലാണ്. അതായത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലും വളരെ ഗുണകരമായ സ്വാധീനം ചെലുത്തുന്നതിനാൽ തന്നെ നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു ദിവസം സംഭവിക്കുവാനിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായി ബുധൻ്റെ രാശിമാറ്റം വളരെയധികം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും അതേസമയത്ത് തന്നെ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളും ജീവിതത്തിൽ കഷ്ടപ്പാട് അത്രയധികം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പല വ്യക്തികൾക്കും ഈ ബുധൻ സൃഷ്ടിക്കുന്ന ഭാഗ്യയോഗം കൈവരുന്നതോടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ പല പരിശ്രമങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം നൽകുന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സ്വഭാവത്തിൽ വരെ വളരെയധികം മാറ്റം സംഭവിക്കും. അതായത് മിഥുനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം തിരിച്ചറിവുണ്ടെങ്കിൽ പോലും അതിന് നിങ്ങളാൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവങ്ങൾ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പോസിറ്റീവ് ആക്കുവാനും ഈ ഭാഗ്യയോഗത്താൽ നിങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ വളരെ ഗുണകരമായി വരുന്ന ഒരു കാര്യവുമായിരിക്കും. അതായത് അത്രയേറെ ദേഷ്യപ്പെടുകയും എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വളരെ പക്വതയോടെ എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് ചെയ്യുവാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ച
മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലും ഏറ്റവും അധികം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ തുക ഇനി നഷ്ടമാവുകയേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ ചിന്തിച്ചതിന് വിപരീതമായുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചില കാര്യങ്ങളിൽ വിജയം കാണുവാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഇതിൽ തന്നെ പല മിഥുനം രാശിക്കാർക്കും പലപ്പോഴുമായി ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പലർക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതും സമ്പാദിച്ച് എടുത്തതുമായ ചില കാര്യങ്ങൾ പോലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിന് അത്ര വലിയ ദുഃഖമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ പോലും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ ബുധൻ സൃഷ്ടിക്കുന്ന ഭാഗ്യയോഗം കൊണ്ട് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള എന്തൊരു കാര്യമാണെങ്കിലും അത് ഏറ്റവും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾക്ക് ചെയ്യുവാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും സെപ്റ്റംബർ 15 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല, കർമ്മമേഖലകളിലൊക്കെ മിഥുനം രാശിയിൽപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ഈ ഒരു ദിവസം കാണുവാൻ കഴിയും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം തന്നെ അകറ്റുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ കർമ്മമേഖലയിൽ വരുന്ന മാറ്റങ്ങൾ. കർമ്മമേഖലയിൽ മാത്രമല്ല, ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ വിജയം കാണുവാനായി വളരെയധികം കാത്തിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഭാഗ്യയോഗം സമ്മാനിക്കുവാൻ പോകുന്നത് സന്തോഷ വാർത്ത തന്നെയാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരു പുരോഗതിയും കാണുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹവും ഈ ഭാഗ്യവും നിങ്ങൾക്ക് തുണയ്ക്കെത്തുന്നതോടെ നിങ്ങളുടെ ജീവിതമാകെ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്ന സമയമാണ് വന്നിരിക്കുന്നത്. ഇനി ആരോഗ്യപരമായി മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച ശുഭസമയം തന്നെയാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ എത്തുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇത്. എന്തുകൊണ്ടും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ സന്തോഷം വളരെയധികം അനുഭവിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്ന സമയമായിട്ടാണ് ഈ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഭാഗ്യയോഗത്തെ കണക്കാക്കേണ്ടത്. ഇനി രണ്ടാമതായി ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഭാഗ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച കർക്കിടകം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന തരത്തിലായിരിക്കും. എന്നാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും പരാജയങ്ങളും നഷ്ടങ്ങളും നിങ്ങൾക്ക് നിരവധി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴും കടബാധ്യതകളിലൂടെയും സാമ്പത്തികമായി അത്രയധികം ബുദ്ധിമുട്ടിലൂടെയുമാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നതിലുപരിയായി പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മനസമാധാനക്കേടുകളിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ ഭാഗ്യയോഗം നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒരു വലിയ രീതിയിലുള്ള വ്യത്യാസമായിരിക്കും കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു പരിഹാരത്തിലേക്ക് വന്നു ചേരുന്ന ദിവസമായിരിക്കും ഈ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ
പ്രത്യേകിച്ച് ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 15 തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പുതിയ അവസരം നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ വിദേശയാത്രയൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ഒരു ജോലി സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഈ ഭാഗ്യം നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വിദേശയാത്രകൾ ചെയ്യുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്ന അനുഭവങ്ങളായിരിക്കും വരുവാനിരിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിലായാലും കർക്കിടകം രാശിക്കാർക്ക് മികച്ച ആരോഗ്യസ്ഥിതി തന്നെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്കൊക്കെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഉയർച്ചകളും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളുമെല്ലാം തന്നെ കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് വളരെയേറെയാണ്. മാത്രമല്ല, പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്നോ ചില അപ്രതീക്ഷിത ധനവരവുകൾ ഉണ്ടാകും. അതുകൂടാതെ തന്നെ ചില നറുക്കെടുപ്പ് പദ്ധതികളിൽ നിന്ന് നിങ്ങളെ തേടി ചില സൗഭാഗ്യങ്ങൾ എത്തുവാൻ പോകുന്ന സമയം കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷവും ഇതുവരെ അനുഭവിക്കുവാൻ കഴിയാതിരുന്ന കർക്കിടകം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ഭാഗ്യയോഗം കൊണ്ട് ഉണ്ടാകും. എന്നാൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും പറ്റി ചിന്തിച്ച് ജീവിതത്തിൽ തളർന്നു പോകാതെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 15 തിങ്കളാഴ്ച ഭാഗ്യയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ചില ഗുണകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കരസ്ഥമാക്കുകയും ചെയ്യുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില വലിയ ആഗ്രഹങ്ങൾ വരെ നേടിയെടുക്കുവാനുള്ള യോഗം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ നിരന്തരം ശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ട് പോലും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗം വരെ കന്നിരാശിക്കാരിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇതിൽ തന്നെ ഒരു വീട് സ്വന്തമായി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പണം കടം വാങ്ങിയും അല്ലാതെയുമായി വീട് പണി തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ അത് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന ചില വ്യക്തികളും ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചെടുക്കുവാനുള്ള സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും ഉടൻ തന്നെ നിങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ പറയേണ്ടത് വിദ്യാർത്ഥികളെ പറ്റിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് അവരുടെ പഠന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേക കഴിവുകളുള്ള മേഖലകളിലും
ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും മക്കളുടെ നേട്ടങ്ങൾ കണ്ട് കന്നിരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് സന്തോഷിക്കുവാനും ഈ ഒരു സമയത്ത് കഴിയും. ഇനി ഈ ഭാഗ്യയോഗം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലമെന്നോണം ഒരു വലിയ രീതിയിലുള്ള ലാഭം കൈകളിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരിക്കും. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചില പ്രണയിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കുവാനുള്ള യോഗമുണ്ടാകുമോ എന്നറിയുവാൻ മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് വളരെയധികം ഭയവും ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ സ്വന്തമാക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് ഈ ഭാഗ്യയോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ സ്നേഹബന്ധത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബവുമായി തുറന്ന് പങ്കുവെക്കുവാനും അവരുടെ ഒരു പിന്തുണ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ലഭിക്കുകയും ചെയ്യും. ഇതുകൂടാതെ തന്നെ പല വിധത്തിലും കുടുംബത്തിൽ സന്തോഷവും മംഗളകാര്യങ്ങളും ഉണ്ടാവുകയും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു പുരോഗതി കൈവരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും. മികച്ച ആരോഗ്യസ്ഥിതിയോടെയും മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ ബുധൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും എന്തുകൊണ്ടും ഈ സെപ്റ്റംബർ 15-ാം തീയതി തിങ്കളാഴ്ച എന്നത് ജീവിതത്തിലെ തന്നെ വളരെ ശുഭകരമായ ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.